അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു, എങ്ങനെയുണ്ട് കാര്യങ്ങളുടെ കിടപ്പ്? എന്താണ് വിലയിരുത്തൽ? ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾ? നേരത്തെ ഇവിടെ കോൺഗ്രസിൻ്റെ വക്താവ് പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഉണ്ട്. ഇപ്പോൾ ആലപ്പുഴയിലാണ് ഒരു തരി, കനലൊരു തരി അവശേഷിക്കുക, അതുകൂടെ പോകുന്നാണ് പറയുന്നത്. 20-20 അവരടിച്ചുകൊണ്ട് പോകുന്ന പറയുന്നത്. ഞാൻ രണ്ടുപേരുടെയും ചർച്ച കേട്ടു, ടെലിഫോൺ ലൈനിലാണെങ്കിൽ പോലും. അതൊരു ഇലക്ഷൻ ക്യാമ്പയിനിങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മളിപ്പോൾ വിലയിരുത്താനാണല്ലോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ചർച്ചയിലിരിക്കുന്നത്. ആ വിലയിരുത്തലിനെ കുറിച്ച് നമുക്ക് തുടങ്ങി വേണമെങ്കിൽ പിന്നെ ഇലക്ഷൻ ക്യാമ്പയിനിലേക്ക് നീങ്ങാം എന്നാണ് എനിക്ക് തോന്നുന്നത്. 20-20 എന്ന് പറയുന്നത് ഞങ്ങൾ വ്യക്തിപരമായി LDFന് വേണ്ടിയായാൽ പോലും ഞാൻ അവകാശപ്പെടുന്നില്ല. UDFന് 4 സീറ്റ് നൽകാൻ ഞാൻ തയ്യാറാണ്. LDFന് 10 സീറ്റ് ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും. ബാക്കി കിടക്കുന്ന 6 സീറ്റിൽ മത്സരങ്ങളുണ്ട്. ആ മത്സരങ്ങൾ വെച്ചുകൊണ്ട് അത് അപ്പുറത്തോ ഇപ്പുറത്തോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കാവുന്നതാണ്. അതാണ് ഇന്നത്തെ രാഷ്ട്രീയ ട്രെൻഡ് വെച്ചിട്ട് കേരളത്തിൽ കൂടെ യാത്ര ചെയ്യാൻ സൗകര്യം ലഭിച്ചതിൻ്റെ പേരിൽ എനിക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. BJPക്ക് തുടക്കത്തിൽ ഒരു അപ്പർ ഹാൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് UDFൻ്റെയും LDFൻ്റെയും ക്യാമ്പയിൻ്റെ ഒരു തീവ്രത നമ്മുടെ വന്നപ്പോൾ അത് കുറച്ചൊന്ന് ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒബ്സർവേഷൻ. അല്ലാത്ത തരത്തിലൊരു വിജയപ്രതീക്ഷ വെച്ച് പുലർത്താൻ കഴിയുന്ന തരത്തിലേക്ക് കേരളത്തിൽ ഒരു സീറ്റും മാറിയിട്ടില്ല എന്ന അനുമാനത്തിൽ ഞാൻ തന്നെ നിൽക്കുകയാണ്. പിന്നീടുള്ള മറിച്ച് കിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു തരം ഒരു ഇലക്ഷൻ ക്യാമ്പയിനു വേണ്ടി പറയുന്നത് മാത്രമായിട്ടാണ് ഞാൻ അത് നിരീക്ഷിക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നമുക്കെടുക്കാൻ കഴിയുന്ന ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകളെല്ലാം തന്നെ ഒരിക്കൽ പോലും ഒരു പ്രത്യേകതരമായ രാഷ്ട്രീയത്തിന് വേണ്ടി ചിന്തിക്കുന്ന ഒരു നിലപാടുകളല്ല എന്നതാണ് ഒരു വസ്തുത. പിന്നെ ഉള്ളത് നേരത്തെ പറഞ്ഞ ഇന്ത്യ മുന്നണിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അനിൽ നമ്പ്യാർ, ഇന്ത്യ മുന്നണി എന്ന ഒരു സംവിധാനമില്ല. ഒരു ഇന്ത്യ ബ്ലോക്കുണ്ട്. ആ ബ്ലോക്കിൽ 10-28 രാഷ്ട്രീയ കക്ഷികളുണ്ട്. ഒരു മുന്നണി സംവിധാനമോ അല്ലെങ്കിൽ ഒരു പൊതു മിനിമം പരിപാടിയോ ഒന്നും ആ ബ്ലോക്കിനുള്ളതായിട്ട് എൻ്റെ അറിവിലില്ല. ഓരോ കക്ഷികളും അവരവരുടേതായ രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിക്കുന്നു. അതിന് തിരഞ്ഞെടുപ്പിന് ശേഷം എന്തെങ്കിലും അവസരം കിട്ടുന്ന സാഹചര്യമുണ്ടായാൽ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു സമീപനമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികൾക്ക് അവരവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ആദർശ വിശ്വാസമല്ല, ജയപരാജയങ്ങളെക്കുറിച്ചുള്ള അവരുടെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം മത്സരിക്കുന്നത് കാണാം. ആ മത്സരത്തിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് കേരളത്തിൽ ഉള്ളത്. അതിൻ്റെ മറ്റൊരു റിഫ്ലക്ഷനാണ് നമുക്ക് പശ്ചിമ ബംഗാളിൽ കാണാൻ കഴിയുന്നത്. വേറൊരു സ്ഥലത്ത് പഞ്ചാബിൽ കാണാൻ കഴിയുന്നത് അങ്ങനെയാണ്. തൊട്ടടുത്ത പ്രദേശങ്ങളിൽ ഐക്യത്തോട് മത്സരിക്കുകയും തൊട്ടിടത്ത് എതിർച്ചേരിയിൽ നിന്ന് മത്സരിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു പ്രത്യേകമായ ഒരു ബ്ലോക്കായി ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ന ഒരു നിഗമനമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ആ ബ്ലോക്കിന് വിജയപ്രതീക്ഷയുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഇവിടെ സൂചിപ്പിക്കുന്ന NDA മുന്നണിക്ക് 400 സീറ്റും BJPക്ക് 3-2 സീറ്റും എന്നൊക്കെയുള്ള നിലപാടുകളിൽ നിന്ന് ഇന്ത്യൻ രാഷ്ട്രീയം വളരെ ദ്രുതഗതിയിൽ തന്നെ മാറിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് ഫേസിൽ നടന്ന തെരഞ്ഞെടുപ്പിനെക്കുറിച്ചൊന്നും ഇവിടെ വിശദീകരിക്കാനോ അല്ലെങ്കിൽ അതിനെ വിശകലനം ചെയ്യാനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ ആ ഒരു നിരീക്ഷണത്തിന് ഒരു അടിസ്ഥാനമുണ്ട് എന്ന് തോന്നുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു പ്രതീക്ഷ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന
ഇന്ത്യ ബ്ലോക്കുകാർക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യ ബ്ലോക്കുകാർക്ക് ആ ബ്ലോക്കിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ, ബ്ലോക്കിൻ്റെ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ അത് എങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആ സംശയങ്ങൾ മറച്ചു വയ്ക്കുന്ന ഒരാളല്ല. എത്ര തന്നെ രാഷ്ട്രീയ ആശയങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടെങ്കിലും ഒരു നാളെ ഒരിടത്തിരിക്കണമെന്ന് അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ പറയാൻ പാടില്ലാത്ത പദപ്രയോഗങ്ങൾ കേരളത്തിലെ 2 രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിച്ചു എന്ന വിശ്വാസക്കാരൻ തന്നെയാണ് ഞാൻ. നാളെ ഒരിടത്തിരിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇല്ലാത്ത പക്ഷമാണെങ്കിൽ ഈ പറഞ്ഞ വാക്കുകളൊക്കെ അവരവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് യോജിച്ചതാണ് എന്നും പറയാൻ ഞാൻ മടിക്കുന്നില്ല. പക്ഷേ അതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ പ്രബുദ്ധമായ അല്ലെങ്കിൽ ഉത്ബുദ്ധതയുള്ള കേരളീയ ജനങ്ങളുടെ മുമ്പിൽ ബ്ലോക്കിൻ്റെ വിശ്വാസ്യതയെ സംശയിക്കപ്പെടാനുള്ള സാധ്യതകളാണ് ഉണ്ടാക്കി തീർക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് കഴിയണമായിരുന്നു എന്നതാണ് എൻ്റെ പക്ഷം. അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഏതായാലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ എന്ത് മുത്തലാഖ് വിഷയത്തിൽ മുസ്ലിം വനിതകൾക്ക് സഹായകരമായ നിലപാടുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ കാര്യത്തിൽ BJP നയിക്കുന്ന രാഷ്ട്രീയ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നില്ല എന്നതാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മറിച്ച് മറ്റ് പല സംസ്ഥാനങ്ങളിലും കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ വികാരത്തോടുകൂടി NDA മുന്നണിക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുമുണ്ട്. ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. ഇതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള എൻ്റെ രാഷ്ട്രീയ നിഗമനവും. അല്ല വക്കീലെ, ടീം പിണറായി ഭരണത്തിനെതിരെയുള്ള ഒരു വിധി എഴുത്തായി ഇത് മാറില്ലേ? നോക്കൂ, കരുവന്നൂർ സഹകരണ കൊള്ള, അത് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ പ്രധാനമന്ത്രി അടക്കമുള്ളവർ ആ വിഷയം ഇവിടെ പല വേദികളിലും അത് പറഞ്ഞു. ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആലപ്പുഴയിലും അക്കാര്യം പറഞ്ഞു. ഈ കൊള്ളയടിക്കപ്പെട്ടവർക്ക് അവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കും എന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഈ സഹകരണ മേഖലയെ CPM തകർക്കുന്നത് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കുന്നു. മാസപ്പടി, മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയൊക്കെ ഉൾപ്പെട്ട ആ കേസ് അതവിടെ നിൽക്കുന്നു. പാനൂരിലെ ബോംബ്, ഇതെല്ലാം അവിടെ നിൽക്കുന്നില്ല. ഇതൊക്കെ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഇതൊക്കെ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കില്ലേ വക്കീലേ? അതൊക്കെ മറക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, മറക്കും എന്നൊന്നും കരുതേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ അവിടെ നിലനിൽക്കും. അത്തരമൊരു രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ കേരളത്തിലെ നിഷ്പക്ഷമതികളായ ജനങ്ങളിൽ സ്വാധീനം ചെലുത്താനൊക്കെ സാധ്യതയുണ്ട്. പക്ഷെ മറിച്ചുള്ള വിശദീകരണങ്ങൾ ഇതിനകത്തുണ്ടല്ലോ. മറിച്ചുള്ള വിശദീകരണങ്ങൾ എന്താണ്? ആ വസ്തുത കരുവന്നൂർ ബാങ്കിൽ കൊള്ളയ്ക്ക് അതിനെക്കുറിച്ച് പരാതി കിട്ടിയപ്പോൾ ഈ സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് അവർക്കെതിരെ നടപടികളെടുത്ത് അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നതും അവർക്ക് കൊടുക്കാനുള്ള പണം കൊടുത്തുകൊണ്ടേയിരുന്നതും. നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നത് അല്ലെങ്കിൽ CPMന്റെ പ്രാദേശിക നേതാക്കന്മാരൊക്കെ ഇപ്പൊ അകത്ത് കിടക്കുന്നത് പിണറായി വിജയന്റെ പോലീസ് ഇടപെട്ടത് കൊണ്ടല്ല, ED വന്നതുകൊണ്ടാണ് അകത്ത് കിടക്കുന്നത്. അതിന് മുമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നടപടികളിലേക്ക് നീങ്ങിയിട്ടുണ്ട്. ED വന്നു, അത് കുറെ കൂടെ സ്പീഡിലാക്കി. അതിന് ഉള്ള രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് ED പിടിച്ചെടുത്ത പണം കൊണ്ട് ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതായിപ്പോയി. അപ്പോൾ അത് കോടതിയിൽ പോയപ്പോൾ അത് EDയും സമ്മതിച്ചു, കൊടുത്തേക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഗവൺമെൻറ്റും സമ്മതിച്ചു, അത് കുറേശ്ശെ കൊടുത്തു തീർക്കുന്നുണ്ട്. അതിനകത്ത് നടന്നിട്ടില്ല എന്ന് പറയാനുള്ള ഔദ്ധത്യമൊന്നും കാണിക്കുന്ന ഒരാളല്ല ഞാൻ. അതൊക്കെ നടന്നിട്ടുണ്ട്. രണ്ടാമത്, മറ്റേ മാസപ്പടി വിഷയത്തിൽ 2 സ്വകാര്യ സ്ഥാപനങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സ്വകാര്യമായ സ്ഥാപനവുമായി ബന്ധപ്പെടുന്ന സമയത്ത് ഉള്ള ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള വ്യവസ്ഥകളാണ്. അതിൻ്റെ നിയമ നടപടികളിലേക്ക് നീങ്ങുന്നുണ്ട്. ആ നിയമത്തിൻ്റെ മുമ്പിൽ നിയമത്തിൻ്റെ വഴിക്ക് പോകും. അതിനെ സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉത്തരവാദിത്തമായി ആരും കണക്കാക്കുന്നുമില്ല. പാനൂരിലെ ബോംബ് നിർമ്മാണം
അത് പിന്നെ ഈ അടുത്ത ദിവസവും വേറെ ഇടുന്നോ, ഇപ്പം അടുത്ത ദിവസം തന്നെ വയലിൽ നിന്ന് 15 ബോംബ് അവരുടെ പിടിച്ചെന്ന് നമ്പ്യാർക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അവിടങ്ങളിലുള്ള ഒരു കുടിൽ വ്യവസായം പോലെ നടക്കുന്ന ചില കാര്യങ്ങളാണ്. അത് ഒരു അമ്പലത്തിൻ്റെ നടപടിക്രമങ്ങളിലുള്ള തർക്കത്തിൻ്റെ പേരിലാണെന്നും ആ അമ്പല കമ്മിറ്റികളിൽ ഇടതുപക്ഷ സ്വഭാവമുള്ളവരും മാർക്സിസ്റ്റ് പാർട്ടിക്കാരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരും ഒക്കെ ആയിപ്പോയത് കൊണ്ട് അവർ പ്രതികളായതാണെന്നും ഒക്കെയാണ് എനിക്ക് സന്തോഷമുണ്ട്. വക്കീൽ അവിടെ അല്ല ഡിവൈഎഫ്ഐക്കാർ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് പോയതാണെന്ന് പറഞ്ഞില്ലല്ലോ. എന്തായാലും അതിലെനിക്ക് സന്തോഷമുണ്ട്. അമ്പല കമ്മിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞു, പക്ഷേ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് പോയതാണ് എന്ന് ഗോവിന്ദ മാഷ് അഭിപ്രായപ്പെട്ടതുപോലെ താങ്കൾ പറയാത്തതിൽ എനിക്ക് സന്തോഷമുണ്ട് വക്കീലെ. കുടിൽ വ്യവസായമാണെന്ന് പറഞ്ഞു. അതെ കുടിൽ വ്യവസായമാണ്. കാരണം വക്കീലിനെ അറിയാം നന്നായിട്ട് കോഴിക്കോടും കണ്ണൂരൊക്കെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അനിൽ നമ്പ്യാരുടെ കൗശലമൊന്നുമുള്ള ഒരാളല്ല ഞാൻ. അത് എത്രത്തോളം എന്നിൽ നിന്ന് വരാത്ത ചില വാക്കുകൾ എന്നിലേക്ക് കൊടുത്തുവിട്ട് അത് പ്രേക്ഷകരെ കേൾപ്പിക്കാനുള്ള കൗശലമുള്ള അങ്ങയുടെ മുമ്പിൽ ഞാനൊരു പാവം എന്ന് എനിക്ക് അക്കാര്യത്തെക്കുറിച്ച് പറയാം. അതുകൊണ്ട് നമ്മളൊരു പ്രചാരണ രംഗത്തല്ലാത്തത് കൊണ്ട്, പ്രചാരണ രംഗത്ത് നിൽക്കാത്തൊരവസ്ഥയിലായതുകൊണ്ട് യാതൊരു കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കാനെങ്കിൽ ഇപ്പോൾ ഡോർ ടു ഡോർ ക്യാമ്പയിൻ നടത്തി വീടുകളിൽ കയറി എല്ലാം മാറിപ്പോകരുത്, രാവിലെ വരണം, ഉച്ചയ്ക്കാവുമ്പോഴത്തേക്ക് തിരക്കുണ്ടാകും തുടങ്ങിയിട്ടുള്ള ചെപ്പടി വിദ്യകൾ കാണിക്കുന്ന സമയമാണിത് ഇന്നും നാളെയും. അത് ഒരു കാരണവശാൽ ഇപ്പോൾ ആരെങ്കിലും ടൂർ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരോട് പോകരുതെന്നൊക്കെ പറയുന്ന ഒരു സമയത്തുണ്ട്. രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് വൈകുന്നേരത്തോടു കൂടി നിർത്തി. അത് ബാക്കിയൊക്കെ ഇപ്പോൾ ഇനിയുള്ളത് ഓരോ വീടുകളിലാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കോൺഗ്രസ് പ്രതിനിധിയുടെ പേരെനിക്ക് മനസ്സിലായില്ല. ബഹുമാനപ്പെട്ട ശിവശങ്കറിന്റെ പേര് ഞാൻ കേട്ടു. ക്യാമ്പയിനിങ് ആണ് ഇപ്പൊ നടത്തിയിരിക്കുന്നത്. ഞാൻ ക്യാമ്പയിനിങ് അല്ല. സുരേഷേട്ടാ ജി.വി. ഹരി ആയിരിക്കും. ഹരിയാണല്ലേ, സോറി. ഞാൻ എൻ്റെ അടുത്ത സ്നേഹിതനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഞാൻ തുടങ്ങുമ്പോൾ ഞാൻ കേട്ടില്ലായിരുന്നു, അതുകൊണ്ടാ അദ്ദേഹത്തിന്റെ അഭിവാദ്യങ്ങൾ. അപ്പോ പിന്നെ അവരെല്ലാം അവർ ക്യാമ്പയിന് ഒഴിവാക്കുക. ഓക്കെ. യെസ് ഡോക്ടർ ഹരി, ഇവിടെ എന്തായാലും ഈ മൈനോറിറ്റി അപ്പീസ്മെൻറ്റ് അത് പരമാവധി നിങ്ങൾ ശ്രമിച്ചു. പക്ഷേ നേരത്തെ ശിവശങ്കർ ചൂണ്ടിക്കാണിച്ചതുപോലെ വിദ്യാസമ്പന്നരായ അഭ്യസ്തവിദ്യരായിട്ടുള്ള മുസ്ലിങ്ങൾ അത് കൃത്യമായിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ CAA-യിലാണെങ്കിലും അല്ലെങ്കിൽ മണിപ്പൂരിൻ്റെ വിഷയത്തിലൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത്, ആ വിഷയം എങ്ങനെയാണ് വളച്ചൊടിക്കപ്പെട്ടത് എന്നൊക്കെ കൃത്യമായിട്ട് ഈ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള വിദ്യാസമ്പന്നരായിട്ടുള്ള പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാരും ക്രിസ്ത്യൻ വോട്ടർമാരൊക്കെ അത് അവർ മനസ്സിലാക്കുമല്ലോ. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ കൂടി ഈ വോട്ടെടുപ്പിൽ ഉണ്ടാവില്ലേ? അതല്ലേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? അല്ല, അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് സുരേഷ് ഏട്ടൻ്റെ അദ്ദേഹം ഇവാലുവേറ്റ് ചെയ്തതിനെക്കുറിച്ചൊരു കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് നമ്മളൊരു സിനിമയിൽ തിലകൻ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, മനസ്സുണ്ടല്ലോ, 4 സീറ്റുകൾ ഞങ്ങൾക്ക് തരാൻ അദ്ദേഹം കാണിച്ചൊരു വലിയ മനസ്സുണ്ട്. ആ ഡയലോഗാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്തായാലും 4 സീറ്റ് അദ്ദേഹം UDF തന്നു എന്നുള്ളത് ചോദിച്ചില്ല അദ്ദേഹത്തോട്. അല്ല, അതുകൊണ്ട് എനിക്കത് പറയണമെന്നുണ്ടായിരുന്നു. കാരണം ആ വലിയ മനസ്സ് ഞാൻ ഈ അവസരത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യണം. അവിടെ നിൽക്കട്ടെ. ഞാൻ ശ്രീ ശിവശങ്കറുമായിട്ട് ഒരുപാട് ഞങ്ങൾ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം ഈ ഡൽഹിക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരുപാട് സമയത്ത് ഇവിടെ ചർച്ചകൾ സജീവമായിരുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന പല ചർച്ചകളിൽ ഞാനും അദ്ദേഹം ഒരുമിച്ചിരുന്നിട്ടുണ്ട്. അദ്ദേഹം പലതും ഫാക്ച്വലായി പറയുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇന്ന് കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തിനോടൊപ്പം ഞാൻ ചർച്ചയിലിരിക്കുമ്പോൾ അദ്ദേഹം ഈ ഫാക്ട്സിന് പകരം അദ്ദേഹം രാജ്യത്തെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ തന്നെ വളരെ വർഗീയമായി കാര്യങ്ങൾ ഇവിടെ ചർച്ചയിൽ അവതരിപ്പിച്ചതിൽ ഞാൻ ഇങ്ങനെ കൗതുകത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. നോക്കൂ, ഇതിനകത്ത് അല്ല ചോദിച്ചതുപോലെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ക്രിസ്ത്യൻ വോട്ട്, മുസ്ലിം വോട്ട്, ഹിന്ദു വോട്ട് എന്നൊന്നുമില്ല. നമ്മൾ കേരളത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ നമ്മളതിനകത്ത് വോട്ടെന്ന് പറയുന്നത് ഈ രാജ്യത്തെ പൗരന്മാരുടെ വോട്ടാണ്. അപ്പോൾ ഈ രാജ്യത്തെ പൗരന്മാർ നമ്മുടെ രാജ്യത്ത് കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ആ 3.5 കോടി ജനങ്ങളും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് ലഭിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനൊത്തൊരു ഫ്രാക്ഷണൽ അല്ലെങ്കിൽ ഒരു ഡിവിഷൻ ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല.
അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെയാണെങ്കിൽ കർണാടകത്തിലെ OBC അതുപോലെ നേരത്തെ പറഞ്ഞല്ലോ അതൊക്കെ ഫാക്ച്വൽ എററാണ്. അത് ഹിന്ദു ഇൻഹെറിറ്റൻസ് അതെ അതിലേക്കാണ് ഞാൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശ്രീ PR പറഞ്ഞതിനകത്ത് അദ്ദേഹം കുറേ ഫാക്ച്വൽ എറർ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു OBCയുടെ ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരും. അങ്ങനെയൊന്നും അല്ല. അദ്ദേഹം നിങ്ങളുടെ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് 50 കോടി ആളുകൾക്ക് സ്ത്രീ വനിതകൾക്ക് ഇത് കൊടുക്കുന്നത് എങ്ങനെയാണ് പണം എന്ന് നോക്കൂ. ഈ രാജ്യത്ത് 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഈ രാജ്യത്ത് തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഈ രാജ്യത്ത് ഹരിത വിപ്ലവം കൊണ്ടുവന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഈ രാജ്യത്ത് പല തരത്തിലുള്ള നല്ല നിയമങ്ങൾ, നിങ്ങൾക്കറിയാവുന്ന വിവരാവകാശ നിയമം അടക്കമുള്ള നിയമങ്ങൾ രാജ്യത്ത് കൊണ്ടുവന്ന, വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളടക്കമുള്ള നിയമം കൊണ്ടുവന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതുകൊണ്ട് ഞങ്ങൾ പ്രകടന പത്രികയിൽ പറയുന്നത് 15 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞതുപോലല്ല. 15 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇത്രയും വർഷമായിട്ട് 10 കൊല്ലമായിട്ടും വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ 1 കോടി അങ്ങനെ ഒരു അഷുറൻസ് തന്നിരുന്നു. നമുക്ക് നോക്ക്, ഇന്നും ശ്രീ ഖാർഗെ അടക്കമുള്ള നേതാക്കന്മാർ നമുക്കറിയാലോ. അദ്ദേഹം നമുക്കറിയാം ആ പ്രസംഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. അതപ്പോട്ടെ ഞാനത് ഇതിനകത്ത് പറയുന്നതിനകത്ത് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, 1 കോടി തൊഴിൽ. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അല്ല ഡോക്ടർ ഹരി, താങ്കൾ പറഞ്ഞൊക്കെ പിന്നെ അംഗീകരിക്കുന്നു. പക്ഷെ അന്ന് കോൺഗ്രസിന് വളരെ ശക്തമായിട്ടുള്ള ഒരു സംഘടനാ നേതൃത്വം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറഞ്ഞു പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആരാ ഉള്ളത്? അനിൽ നമ്പ്യാരെ പോലൊരു മാധ്യമ പ്രവർത്തകൻ, ഇത് അദ്ദേഹം അങ്ങ് ഈ പറഞ്ഞ ചില താല്പര്യങ്ങൾക്കനുസരിച്ചാണ് പറയുന്നത്, എനിക്കറിയാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മാത്രമാണോ ആളുകൾ പോയിട്ടുള്ളത്? ശ്രീ അനിൽ നമ്പ്യാർ, BJPയിൽ നിന്ന് ഈ ഭരിക്കുന്ന 10 കൊല്ലമായി ഭരിക്കുന്ന പാർട്ടി സിറ്റിംഗ് MP-മാർ വന്നില്ലേ BJPയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിയിലേക്ക്? അല്ല, ഞങ്ങൾ അതേ പറയുന്നത്. ഇതിനകത്ത് കൂട്ടത്തോടെ എവിടെ പോയെന്നാണ് പറയുന്നത്? എവിടെ ആ കൂട്ടത്തോടെ കോൺഗ്രസിൽ നിന്ന് പോയെന്ന് പറയുന്നത്? അപ്പം ഞങ്ങളിപ്പോൾ ഏറ്റവും അവസാനമായ കർണാടകത്തിൽ അവിടുത്തെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവടക്കം കോൺഗ്രസ് പാർട്ടിയിലേക്ക് വന്നിട്ടില്ലേ? അതുപോലെ അത് ഈ രാഷ്ട്രീയവുമായി നമ്മളിപ്പോൾ അതല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മറ്റൊന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശ്രീ നോക്കൂ, ശിവശങ്കർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ അവിടുന്ന് പണം കണ്ടെത്തുവാണ്. പണം കണ്ടെത്താൻ ഞങ്ങൾക്ക് പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് പ്രഖ്യാപിച്ചിട്ടുള്ളത്, ഞങ്ങളിത് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളിത് അച്ചടിച്ചു കൊടുത്തിരിക്കുന്നത്, ഈ ഗ്യാരണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ആ ചോദ്യത്തിന് ആശങ്ക വേണ്ട, അങ്ങക്ക് അങ്ങനെ ഒരു ആശങ്ക വേണ്ട. ഞങ്ങൾ 80 കോടി ആളുകൾക്ക് സൗജന്യ റേഷൻ കൊടുത്ത പാർട്ടിയാണ്. അതുകൊണ്ട് ഈ രാജ്യത്ത് 1 ലക്ഷം രൂപ സ്ത്രീകൾക്ക് കൊടുക്കും, നിർദ്ധരായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ടതാണെന്നല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകളെന്ന് പറയുന്ന ഒറ്റ വിഭാഗമേ ഉള്ളൂ. ആ സ്ത്രീകൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കൊടുത്തിരിക്കും. ഇനി 30 ലക്ഷം തൊഴിലുകൾ ഒഴിഞ്ഞു കിടക്കുന്നു കേന്ദ്രത്തിൽ. 30 ലക്ഷം തൊഴിൽ കണക്കാണ്. ഇത് എൻ്റെ കണക്കല്ല കേട്ടോ, ഇത് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഇത് എവിടെ പരിശോധിച്ചാലും കിട്ടുന്ന കണക്കാണ്. ആ 30 ലക്ഷം ഒഴിവുകൾ നമ്മൾ നികത്തുമെന്ന് പറയുന്നു. അതിനകത്ത് എന്താ കുറവുള്ളത്? ഇനി മുതിർന്ന പൗരന്മാർക്ക് നേരത്തെ കൊടുത്തിരുന്ന യാത്രാ ഇളവുകൾ, ആ യാത്രാ ഇളവുകളുണ്ടോ? സബ്സിഡി ഇപ്പം ഉണ്ടോ? മണ്ണെണ്ണയ്ക്ക് ഇവിടുത്തെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് മണ്ണെണ്ണയ്ക്ക് സബ്സിഡി ഡീസൽ സബ്സിഡി കിട്ടുന്നുണ്ടോ? മണ്ണെണ്ണയ്ക്കും ഡീസലിനും സബ്സിഡി കിട്ടുന്നുണ്ടല്ലോ. അത് ഞങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മിനിമം തുക നമ്മൾ കൊടുക്കും, ഉറപ്പ് തറവിൽ നമ്മൾ പ്രഖ്യാപിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. MSP നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാർഷിക ഉൽപ്പന്നങ്ങളുടെ രാജ്യം ഭരിച്ച ഒരു സംഘടന, ഒരു പ്രസ്ഥാനം ഇപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അയ്യോ, ഇത് ഞങ്ങൾ നടത്തിയ പല കാര്യങ്ങളും നിങ്ങൾ വേണ്ടാന്ന് വെച്ചു. ഞങ്ങൾ കൊടുത്തിട്ട് സബ്സിഡി നിങ്ങൾ സബ്സിഡി വേണ്ടെന്ന് വെച്ചു. LPGക്ക് സബ്സിഡി ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ LPGക്ക് സബ്സിഡി കിട്ടുന്നുണ്ടോ? ബാങ്ക് അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞു. ഏത് ബാങ്ക് അക്കൗണ്ടിലാണ് നമുക്കറിയില്ല. ആ സബ്സിഡി പോലുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്ക് അതാണ് പ്രയോറിറ്റൈസ് ചെയ്തത്. ഇപ്പോൾ അതിൽ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞു ഈ ഒരാൾ ഇപ്പോൾ അമേരിക്കയിലൊരു നിയമമാണ് ഇൻഹെറിറ്റൻസ് ലോ എന്ന് പറയുന്ന ഒരു നിയമം പോലുള്ള, അല്ലെങ്കിൽ ടാക്സ്, ഇൻഹെറിറ്റൻസ് ലോ അല്ല, ടാക്സ് എന്ന് പറയുന്നൊരു ടാക്സ്. അതായത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ മരണപ്പെട്ട ആളിൻ്റെ ഒരു നിശ്ചിത, അയാളുടെ സ്വത്തിൻ്റെ ഒരു നിശ്ചിത തുക ഗവൺമെൻറ്റിലേക്ക് പോകും എന്ന ഒരു നിയമം US-ലുണ്ട്. അത് ഇവിടെ നടപ്പാക്കണമെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അങ്ങനെ സാം പിട്രാഡോ എന്ന് പറയുന്ന ഓവർസീസ് കോൺഗ്രസിൻ്റെ ചെയർമാൻ അദ്ദേഹം പറഞ്ഞു, ഇതുപോലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ടാക്സേഷൻസുകൾ ഇവിടെയും കൊണ്ടുവരണം എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം, ആരാ പറഞ്ഞ ഈ രാജ്യത്തെ കൊണ്ടുവരുമ്പോൾ അല്ല, ഞാൻ ആരാ പറഞ്ഞു അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു? ഹിന്ദു ഇൻഹെറിറ്റൻസ് ടാക്സ് ഒന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഞങ്ങൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രീ ജയറാം രമേശ് അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു എക്സിൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള റിലീസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ മതി. ആ റിലീസിനകത്ത് ഞങ്ങൾ ഒരിടത്തും ഹിന്ദു ഇൻഹെറിറ്റൻസ്, അതൊക്കെ ശ്രീ നരേന്ദ്രമോദിയും പ്രധാനമന്ത്രിയും ശ്രീ ശിവശങ്കർ
ശിവശങ്കറും ഒക്കെ പറയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയിട്ട് ഒരു തരത്തിലുള്ള നിയമങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ടാക്സിനെ കുറിച്ചോ ഒന്നും നമുക്ക് പറയാൻ കഴിയുന്നത് അതെങ്ങനെയാണ് പറയുന്നത്? അങ്ങനെ ഹിന്ദുക്കൾക്ക് ഒരു പ്രത്യേക നിയമം, അത് നിങ്ങളാണ് അതിനെക്കുറിച്ച് പറയുന്നത്, ഞങ്ങളല്ല പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ല, ഒരു മിനിറ്റ്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഞങ്ങൾക്ക് ഈ വോട്ട് ഡിവിഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ് റിലീജിയൻ ഒന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്താ പറയുന്നത്, എല്ലാവരുടെയും വോട്ട് കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി വരണം. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ നിന്ന് മാറ്റി ഈ രാജ്യത്ത് സുതാര്യമായിട്ടുള്ള വിഭാഗീയമല്ലാത്ത, അതോടൊപ്പം തന്നെ എല്ലാവർക്കും പുരോഗതി ഉണ്ടാകുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാകണം. അതിന് കോൺഗ്രസ് പാർട്ടിയെയും ഇന്ത്യ മുന്നണിയും വിജയിപ്പിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടി അതിൻ്റെ പ്രകടന പത്രികയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. യെസ്, ശിവശങ്കർ, ഞാൻ ചോദിക്കുന്നില്ല. ശ്രീ ഹരി ഖണ്ഡിച്ചിട്ടുണ്ട് താങ്കൾ പറഞ്ഞതിനെയൊക്കെ. ഞാൻ ഹരിയാണ് വരുന്നതുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഗൃഹപാഠം ചെയ്തിട്ടാണ് ഈ ചർച്ചയ്ക്ക് വന്നത്. ഹരി അങ്ങോട്ട് ആ ട്രാപ്പിലേക്ക് വരുമോ എന്ന് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. അദ്ദേഹം കൃത്യമായി ആ ട്രാപ്പിലേക്ക് വന്ന് പെടുകയും ചെയ്തു. അത് കാരണം എനിക്ക് ഒട്ടും റിസർച്ച് ചെയ്യേണ്ടി വന്നില്ല. എൻ്റെ അടുത്ത് ആ ഡാറ്റ ഉണ്ട്. പിന്നെ സുരേഷ് ബാബു സാർ കാരണം അദ്ദേഹവും മാന്യമായേ പറയുകയുള്ളൂ, കൃത്രിമമായൊന്നും പറയില്ല എന്നുള്ളതുകൊണ്ട് ഏതായാലും ഇങ്ങനത്തെ ഒരു പാനലിനെ വിളിച്ചതിൽ ഞാൻ അനിൽ നമ്പ്യാരെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ജി വി ഹരി എഴുതിയെടുത്തോളൂ. എക്കണോമിക് ടൈംസിൽ വന്ന കാര്യമാണ്, ഞാൻ അനിലിട്ട് കൊടുത്തിട്ടുണ്ട്. ആസ് പെർ ദ ഡാറ്റ ഫ്രം ദ കർണാടക ഗവൺമെന്റ്, ഓൾ കാസ്റ്റ് ആൻഡ് ദ കമ്മ്യൂണിറ്റീസ് ഓഫ് ദ മുസ്ലിം ഓഫ് കർണാടക ഹാസ് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് ഓഫ് OBC ഫോർ ദ റിസർവേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് ദ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അണ്ടർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അണ്ടർ കാറ്റഗറി 2B, all Muslims of the Karnataka state have been considered as the OBC, National Commission for the Backward Classes. It has been clearly mentioned. ഓർഡറും ഈ എക്കണോമിക് ടൈംസിൽ വന്ന, ഇനിയിപ്പോൾ എക്കണോമിക് ടൈംസ് BJPയുടെ പത്രമാണെന്ന് പറഞ്ഞേക്കരുത്, ആ സാധനവും കൂടിയിട്ട് അതിൻ്റെ ധാരാളം കട്ടിങ്സ് ഉണ്ട്, ഞാൻ അങ്ങേക്ക് അയച്ചു നൽകുന്നു. ഒന്ന്. രണ്ട്, ആ പത്രത്തിലുണ്ട്, അതിൻ്റെ ഓർഡറും ഉണ്ട്. ഞാൻ ഹരിയുടെ നമ്പർ എൻ്റെ അടുത്തില്ല, എനിക്ക് തോന്നുന്നു പാനിൽ അങ്ങേക്ക് അയച്ചു തരും, അങ്ങേക്ക് ചെക്ക് ചെയ്യാം, കറക്റ്റ് ചെയ്യാം. രണ്ട്, ഇൻഹെറിസ്റ്റൻറ്റ് ടാക്സിനെ കുറിച്ചിട്ട് ഇന്നല്ല സാം പിട്രോഡ പറഞ്ഞിട്ടുള്ളത്. സാം പിട്രോഡയ്ക്ക് മുൻപ് തന്നെ നിങ്ങളുടെ ബഹുമാനപ്പെട്ട പല മന്ത്രിമാരും ഇൻക്ലൂഡിംഗ് ദ P. Chidambaram ഹാസ് ബീൻ എക്സ്പ്ലെയിൻഡ് സെവറൽ ടൈംസ് ദാറ്റ് ദ ഇൻഹെറിസ്റ്റൻറ്റ് ടാക്സ് ഇസ് ഗോയിങ് ടു ബി ഹാപ്പൻ ഇൻ ഇന്ത്യ. ഞാൻ ഡേറ്റ് അടക്കം പറഞ്ഞു തരാം. ടൈം ഫോർ ഡിബേറ്റ് ഇൻ ദ ഇൻഹെറിസ്റ്റൻറ്റ് ടാക്സ്, ഫിനാൻസ് മിനിസ്റ്റർ P. Chidambaram, 9th November 2012. അത് വീണ്ടും എക്കണോമിക് ടൈംസിൻ്റെ അടക്കമുള്ള കട്ടിങ്സ് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. I will give it to you that. And UPA wants to rich to pay to reduce the deficit. Chidambaram may force to become the inheritance tax. 8th February 2019 ഇന്ത്യ ടുഡേയുടെ കട്ടിങ് എൻ്റെ അടുത്തിരിപ്പുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ് പറഞ്ഞിരിക്കുന്നു ടാക്സ് ഇൻഹെറിറ്റൻസ് ലക്ഷറി ഐറ്റംസ് വിൽ ബി ഡൺ ഇൻ ഇന്ത്യ. ചിദംബരം 31st May 2011. ഇങ്ങനെ പല കുറി ചിദംബരവും ഫിനാൻസ് മിനിസ്റ്ററായിരുന്ന ചിദംബരം പല കുറി നിങ്ങളുടെ 2014 വരെയുള്ള ഭരണഘട്ടത്തിൽ ഇത്തരത്തിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് വരുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളിത് വളരെ കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ടാക്സ് വരാൻ പോകുന്നുവെന്ന്. ഞാൻ ചോദിക്കട്ടെ, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയായിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യൻ സമ്പത്തെ കണക്ട് ചെയ്യാൻ പറ്റുമോ? നമ്മൾ വർഷങ്ങളായി സമ്പാദ്യം അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സമ്പാദ്യത്തെ കൂടുതൽ സമ്പാദിച്ചു വെക്കുന്ന ഒരു ജനസമൂഹമാണ്. അത്തരത്തിലുള്ള ഒരു ജീവിത രീതിയാണ് ഇന്ത്യയുടേത്. അതുകൊണ്ടാണ് പലയിടത്തും തകർന്നപ്പോഴും അമേരിക്കയൊക്കെ ബാങ്ക് പ്രോബ്ലം കാരണം തകർന്നപ്പോൾ ഇന്ത്യ പിടിച്ചു നിന്നത് ഇന്ത്യൻ ജനസമൂഹ പാവപ്പെട്ടവന്റെ പോലുള്ള സമ്പാദ്യ രീതി കൊണ്ടാണ്. അത് മറക്കരുത്. അപ്പോൾ വിദേശ രാജ്യങ്ങളുടെ അവിടുത്തെ ഒരു ഭാഗത്ത് നിങ്ങൾ മുതലാളിത്തത്തിന്റെ എല്ലാ സാമ്പത്തിക വ്യവസ്ഥയുടെയും നിയമങ്ങൾ എടുത്തുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ നോക്കും. ഇപ്പുറത്ത് അതുപോലെ തന്നെ ഈ വെൽത്ത് മുഴുവൻ നിങ്ങൾ നാട്ടുകാർക്ക് മുഴുവൻ വിതരണം ചെയ്യുന്നു എന്നുള്ള ഒരു മാനിഫെസ്റ്റോ, അതായത് ഒരു അർബൻ നക്സലൈറ്റ് മാനിഫെസ്റ്റോ നടപ്പിലാക്കും. അത് മുതലാളിത്തത്തിന്റെയും അർബൻ നക്സലൈറ്റിന്റെയും ഒരു സമീകൃതമായ ഒരു സാധനം ചെയ്തുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ ക്യാപിറ്റലിസവും ചെയ്യുന്നില്ല, നക്സലിസവും ചെയ്യുന്നില്ല, രണ്ടും കൂടെ ചേർത്തുകൊണ്ട് വീണ്ടും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആരോപണം. രണ്ട്, ഇത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നത്. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാര്യത്തിൽ ശ്രീ സുരേഷ് ബാബു ഒക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹം ചർച്ച ചെയ്യണം എന്തുകൊണ്ടാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്കൊരു മറുപടി പറയാൻ അവസരം വഴങ്ങുമെങ്കിൽ ഒറ്റ മിനിറ്റ് കൂടി ഞാൻ സുരേഷ് സമയം തരാം. 80 കോടി അല്ല ഒരൊറ്റ മിനിറ്റ് കൂടി
മിനിറ്റ് 80 കോടി ജനങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ 2014 ഹരി നിങ്ങൾ ഇത് കൊടുത്തത്? എങ്ങനെ കൊടുത്തത്? കാരണം കണക്കുകൾ സൂചിപ്പിക്കുന്നത് 80 കോടി ജനങ്ങൾക്ക് കൊടുക്കുവാനുള്ള അരിയോ ഗോതമ്പോ 2014 നിങ്ങൾക്ക് റിസർവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എത്രയായിരുന്നു പ്രൊഡക്ഷൻ? എത്രയായിരുന്നു മറ്റേ FCIയിലെ കളക്ഷൻ ഉണ്ടായിരുന്നത്? നിങ്ങൾ എന്നാ കൊടുത്തത്? ഇപ്പോഴല്ലേ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ നേതാക്കൾ ആരും പറഞ്ഞിരുന്നില്ല ഇത് ഞങ്ങൾ 2014 ചെയ്താണെന്ന്? ഒരു പ്രസ്താവനയും വന്നില്ലല്ലോ. ഇപ്പൊ ഹരി മാത്രമല്ലേ പറഞ്ഞു 80 കോടി ജനങ്ങൾക്ക് പണ്ട് കൊടുത്തിരുന്നു എന്ന്. പണ്ട് കൊടുക്കാൻ നിങ്ങളുടെ എവിടെ അരി ഉണ്ടായിരുന്നേ? നിങ്ങൾ എത്ര കളക്ട് ചെയ്തിരുന്നേ? നിങ്ങൾ എത്ര പേർക്ക് കൊടുത്തിരുന്നേ? ഈ കണക്കൂടെ പറയണ്ടേ? അപ്പോൾ ഇത്തരത്തിൽ എന്നോട് ഫാക്ച്വൽ മിസ്റ്റേക്ക് എന്ന് പറയാതെ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇത് കേൾക്കാൻ വരുന്നവർ കുറച്ചുകൂടി കണക്ക് മനസ്സിലാകും എന്നുള്ള കാര്യവും കൂടി മനസ്സിലാകും. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു മനസ്സിലാക്കാം. സുരേഷ് ബാബു സാറേ, IBC ഏറ്റവും നല്ല നിയമം, ഇൻസോൾവൻസി ബാങ്ക്രപ്റ്ററി കോഡ് എന്തിനാ CPM തകർക്കുന്നു പറയുന്നത്? അതായത് ഈ ഇന്ത്യയിലുള്ള ക്യാപിറ്റലിസ്റ്റിന് നിരന്തരമായി ബാങ്കുകളെ കൊള്ളയടിക്കാനുള്ള അവസരം അതല്ലേ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? എന്നിട്ട് നിങ്ങൾ പാവപ്പെട്ടവനെ സംരക്ഷിക്കുക എന്ന് പറയുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പറയാണ് നിങ്ങൾ ആമസോണിനെയൊക്കെ തകർക്കുമെന്ന്. പക്ഷേ വാൾമാർട്ടിനെ തൊടുമെന്ന് നിങ്ങൾ പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള വാൾമാർട്ടിന്റെ എന്നൊക്കെ വലിയ പണം മേടിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ചിലപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റാത്തതാണ്. പിന്നെ നിങ്ങൾ ഷാങ്ഹായ് കോർപ്പറേഷനുമായിട്ട് ഇന്ത്യയെ ചേർക്കും. ചൈനയുടെ അടിമയാക്കുന്ന ഇതിലും പറയായിരുന്നില്ല. ഇതിലും ഭേദം G20 UN മാറിയിട്ട് ഷാങ്ഹായ് കോർപ്പറേഷനുമായിട്ട് ഞങ്ങൾ ലയിപ്പിക്കും എന്നാണ് നിങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത്. ചൈനയ്ക്ക് അടിമത്തമായിട്ടുള്ള CPM ഇന്ത്യയെ ചൈനയ്ക്ക് വിൽക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നാണ് മാനിഫെസ്റ്റോ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. അതല്ല എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഷാങ്ഹായ് ചൈനയുമായിട്ടുള്ള കോർപ്പറേഷന് വേണ്ടിയിട്ട് നിരന്തരമായി നമ്മളെ ആക്രമിക്കുന്ന ഷാങ്ഹായ് കോർപ്പറേഷനുമായിട്ട് നിങ്ങൾ അടിമപ്പണി ചെയ്യാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വളരെ രണ്ട് കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ അനന്തരാവകാശ നിയമം അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് മാത്രമേ ശേഖരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ആളുകളിൽ നിന്നും ശേഖരിക്കുന്നു ഞങ്ങൾ എവിടത്തും പറഞ്ഞിട്ടില്ല. എന്താ ഇൻഹെറിറ്റൻസ് ടാക്സിൽ ബേസിക്കായിട്ട് ചെയ്യുന്നത്? നമ്മുടെ രാജ്യത്ത് പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം വളരെയധികം വർദ്ധിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വലിയ വിഭാഗം ആളുകളുടെ കയ്യിലാണ് ഈ രാജ്യത്തെ പണം മുഴുവൻ എന്ന് പറയുന്നത്. ഒരു ചെറിയ വിഭാഗം ആളുകളുടെ കയ്യിലാണ് ഈ രാജ്യത്തെ പണം മുഴുവൻ എന്ന് പറഞ്ഞാൽ കുറേ അംബാനി, കുറേ അദാനി, അങ്ങനെയുള്ള കുറേ ആളുകളുടെ കയ്യിൽ മാത്രമായി പണം ശേഖരിക്കപ്പെടുന്നു. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് കേട്ടല്ലോ. അല്ലല്ല, അങ്ങ് ഇടപെട്ട സമയങ്ങളല്ലേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ പോലുള്ള ആളുകളിൽ നിന്ന് ഈ ടാക്സ് പിടിക്കണമെന്ന് ആ പിടിച്ചെടുത്ത ടാക്സ് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരുടെ ആളുകളിലേക്ക് പോകണമെന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഒരു സംശയം അക്കാര്യത്തിൽ എനിക്കില്ല. അത് തന്നെയാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങ് പരിശോധിച്ചാൽ അവിടെ യൂസിൽ നിലനിൽക്കുന്നത് സാധാരണക്കാരുടെ ആ പണമല്ല പിടിച്ചെടുക്കുന്നത്. വലിയ പണക്കാരായിട്ടുള്ള ആളുകൾ മരിക്കുമ്പോൾ ആ കോടീശ്വരന്മാർ മരിക്കുമ്പോൾ ആ കോടീശ്വരന്മാരുടെ അവരുടെ വസ്തു അവരുടെ കയ്യിലുള്ള പണത്തിൽ നിന്ന് ഒരു ഭാഗം ഗവൺമെന്റിലേക്ക് വരുന്നു. ഗവൺമെന്റിലേക്ക് അങ്ങ് പറഞ്ഞപ്പോൾ ഞാനിത് ശ്രദ്ധിച്ച് കേട്ടിരുന്ന ആളാണ്. ഞങ്ങൾ സമയങ്ങളല്ലേ. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അങ്ങ് ചോദിച്ചു. ഞാൻ പറയട്ടെ, സംസാരിച്ച് ആർക്കും മനസ്സിലാവില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പണക്കാരായിട്ടുള്ള കോടീശ്വരന്മാരുടെ കയ്യിൽ നിന്ന് പണം എടുത്ത് പാവപ്പെട്ടവർ കൊടുക്കുക തന്നെ ചെയ്യും. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. അത് നിങ്ങൾ പറയുന്ന പോലെ ഈ കോർപ്പറേറ്റുകളെ വളർത്താനല്ല കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ കാര്യം 80 കോടി ജനം ഈ കേരളത്തിൽ സൗജന്യമായി 1 രൂപയ്ക്ക് അരി കൊടുത്ത ചരിത്രം ഒക്കെ അറിയാമോ? ഇപ്പൊ നിങ്ങൾ 29 രൂപ കൊടുക്കുന്നു. അല്ല, ഞാനിത് പറഞ്ഞോട്ടെ. താങ്കൾ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞ സമയത്ത് വഴങ്ങിയില്ല. ഞാൻ മറുപടി അതിന് പറയുമ്പോ അങ്ങ് ഇടയ്ക്ക് കയറി അത് ഇടയ്ക്ക് ഒറ്റ കാര്യമുള്ളൂ. നമ്മൾ 1 രൂപയ്ക്ക് ശ്രീ ഉമ്മൻചാണ്ടി അരി കൊടുത്തു ഓർമ്മയുണ്ടോ? 1 രൂപയ്ക്ക് ഉമ്മൻചാണ്ടി അരി 1 കിലോ. ഇപ്പൊ നിങ്ങൾ 29 രൂപ കൊടുക്കുന്നില്ലേ? ഞങ്ങൾ 1 രൂപയ്ക്ക് ഇവിടെ കേരളത്തിൽ അരി കൊടുത്തു. അതെവിടെന്നാ കൊടുത്തത്? അത് ഈ കേന്ദ്രത്തിൽ അന്ന് ഞങ്ങൾ ഭരിക്കുമ്പോൾ തന്നെ ഈ രാജ്യത്ത് ഇവിടെ കൊണ്ടുവന്ന് ആളുകൾക്ക് 80 കോടി ആളുകൾക്ക് ഞങ്ങൾ ഇത് കൊടുത്തു. അത് പുതിയ കണക്കൊന്നുമല്ല. ശ്രീ ഹരി ശിവശങ്കർ, സമയപരിമിതിയുണ്ട്. വക്കീല് കൈപൊക്കിയിട്ടുണ്ട്. വക്കീലെ പെട്ടെന്ന് പറയാം, സമയം ഇതിനകം തന്നെ അതിക്രമിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്ത് കണക്കാ പറയണം? FCIയുടെ കണക്കുകളിൽ ഒരിക്കൽ പോലും 80 കോടി ജനങ്ങൾക്ക് നൽകുവാനുള്ള അരി കഴിഞ്ഞ 10 വർഷമായിട്ടാണ് കൂടിയത്. വളരെ സൗമ്യമായി ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയവും ധനസ്ഥിതിയും വർദ്ധിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും എല്ലാം ഈ കോൺഗ്രസ് നന്നായി നടന്നിരുന്നൊരു കാലഘട്ടത്തിൽ
കോൺഗ്രസിനെ ജനങ്ങളിൽ നിന്ന് അകറ്റിയത് ബഹുമാനപ്പെട്ട ചിദംബരത്തെ പോലെയുള്ള ആളുകൾ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കിയപ്പോഴാണെന്ന് ഹരി മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഹരി മനസ്സിലാക്കിയാൽ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവിന് കുറച്ചുകൂടി സൗകര്യപ്രദമാകും എന്ന് ഞാൻ ധനികരിൽ നിന്ന് ധനികരിൽ നിന്ന് സ്വത്ത് പിടിച്ചെടുക്കാൻ ഇൻഹെറിറ്റൻസ് ലോ ക്ഷമിക്കണപ്പാ, ധനികരിൽ നിന്ന് സ്വത്ത് പിടിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കണമെങ്കിൽ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് മാറ്റേണ്ട ഒരു കാര്യവുമില്ല. അതിന് പ്രത്യേക നിയമം ഉണ്ടാക്കിയാൽ മതി. ലോ ഓഫ് ഇൻഹെറിറ്റൻസ് മാറ്റുക എന്ന് പറഞ്ഞാൽ ശ്രീ ശിവശങ്കരൻ ഇവിടെ ഭയപ്പെട്ടതുപോലെ അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് ഒരു പ്രത്യേക മതസമൂഹത്തിൻ്റെതാണ്. അത് വളരെ പ്രായോഗികമാകും. ജനങ്ങളെ കൂടുതലായി നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. നാളെ നിശബ്ദ പ്രചാരണമാണ്. സ്ഥാനാർത്ഥികൾക്ക് ആർപ്പോ ആരവമോ ഇല്ലാതെ വോട്ടർമാരെ കാണാം. എന്തായാലും മലയാളികൾ ഇതിനകം തന്നെ മനസ്സുകൊണ്ട് ചിലർക്കൊക്കെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റന്നാളത് EVM-ൽ പകർത്തിയാൽ മതി. ഇടത് വലത് വേലിക്കെട്ടുകൾക്കകത്ത് നിന്ന് മലയാളികൾ ചാടുമോ? കാത്തിരുന്ന് കാണാം. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും.